അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇവള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താ കാണിച്ചത്? എന്ത് കുരുത്തക്കേട് കാണിച്ചപ്പോൾ പൊട്ടിയത്? കുരുത്തക്കേട് ഒരു കയറ്റത്തിലേക്ക് കയറാൻ പോയപ്പോഴത്തേക്കും ഹായ് ഗൈസ്, ഹരിച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടെ നമുക്ക് നെഗറ്റീവായിട്ട് അടിച്ചിരിക്കുകയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് കണ്ടോ, നമ്മുടെ വൈഫിൻ്റെ വണ്ടിയാണ്. ആക്സിലറേറ്റർ കേബിൾ പൊട്ടി. നമ്മുടെ ഡോമിനാർ ബാറ്ററി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ എഡിറ്റിംഗ് പി സിയുടെ ഒരു ടി വി ഉണ്ട്. അത് സെക്കൻഡറി മോണിറ്ററായിട്ട് നമ്മൾ എഡിറ്റിംഗ് പി സിക്ക് ഒരു ടി വിയാണ് കൊടുത്തിരുന്നത്. അതും കേടായി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കേടായതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇതെല്ലാം കൂടെ റിപ്പയർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം. അതേമാതിരി നമ്മുടെ ഡോമിനാർ നമുക്ക് തന്നെ ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ ചെയ്യാവുന്നേ. അതിൽ ഡോമിനാർ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് അത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാം. പിന്നെ ടി വി റിപ്പയർ ചെയ്യണം നമുക്ക് നെക്സ്റ്റ് വീഡിയോ. അങ്ങനെ നമുക്ക് വീഡിയോസ് ഇടാനിപ്പോൾ ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു വണ്ടി ആക്സിലറേറ്റർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ വർക്ക്ഷോപ്പ് വരെ എത്തിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കണേക്ക് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ ആണെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഗോപ്രോ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ പഴയ G7X അതായിരിക്കും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുട്ടേജ് ഇത്തിരി ഷേക്ക് ആയിരിക്കും, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പോണത്. നമ്മുടെ ഇത് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിക്കും. നോസ് പ്ലെയറാണ്. നോസ് പ്ലെയറിൽ നമ്മളിത് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് അപ്പോൾ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, ബിക്കോസ് ഇത് നമ്മളെ മാതിരിയുള്ള പ്രൊഫഷണൽസ് ഡീൽ ചെയ്യുന്നതാണ്. പിള്ളേരിത് ട്രൈ ചെയ്യരുത്.
അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ വണ്ടി കൊടുത്ത് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഒരു കാര്യം ഞാൻ പഠിച്ചു. കാരണം പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചത് നമ്മുടെ അച്ഛൻ്റെ രാജദൂത് ഓടിച്ചിട്ടാണ്. അപ്പോൾ ആ രാജദൂതിൻ്റെയൊക്കെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അത്യാവശ്യം അച്ഛൻ കുറേ ടൂൾസ് സെറ്റ് വെക്കാറുണ്ട്. അത് കൂടാണ്ട് അതിൻ്റെ കൂടെ വന്ന ഒരു സാധനമാണ് ഇങ്ങനെ ഈ പ്ലെയർ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോഴത്തെ വണ്ടിയിൽ പ്ലെയറൊന്നും വരാറില്ല. അപ്പോൾ ഈ പ്ലെയർ ഉള്ളത് കൊണ്ടാണ് ശരിക്കും രക്ഷപ്പെടാൻ പറ്റിയത്. ഇത് ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവള് കടയിൽ പോയപ്പോഴത്തേക്കാണ് ഈ സാധനം പൊട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയത് ഇവളുടെ ഭാഗ്യം കൊണ്ടോ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഏറ്റവും അതായത് ഇതേമാതിരിയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പൊട്ടിയത്. അതുകൊണ്ട് ഇതൊരെണ്ണം മേടിക്കാൻ പറ്റി. അവിടെ നിന്ന് നമുക്ക് ഊരി പോരാൻ പറ്റി. പക്ഷെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇവളൊന്ന് പറയും. കാരണം പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇവള് തന്നെ പറഞ്ഞത് ആക്സിലറേറ്റർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ കൺട്രോൾ പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? നീ എന്താ കാണിച്ചത്? എന്ത് കുരുത്തക്കേട് കാണിച്ചപ്പോൾ പൊട്ടിയത്? കുരുത്തക്കേട് ഒരു കയറ്റത്തിലേക്ക് കയറാൻ പോയപ്പോഴത്തേക്കും ഒത്തിരി ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സ്ലോവിലായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പതുക്കെ ഒന്നിങ്ങനെ ആക്സിലേറ്റർ കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല, പതുക്കെ പൊട്ടിയത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ കറങ്ങുന്ന പോലെ ആക്സിലേറ്ററിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി ഏട്ടനെ വിളിച്ച് ഏട്ടൻ വന്ന് റെഡിയാക്കി തരും. അപ്പൊ ഇനി ഇതേമാതിരി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന മാതിരി വണ്ടി കൊണ്ടുവരാൻ എനിക്ക് പറ്റുമൊന്നുമില്ല ഇത് വലിച്ചു പിടിച്ച് കൊണ്ടുവരാനൊന്നും. അപ്പോൾ ഗൈസ് അഗൈൻ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇത് അവസാന കൈയാണ്. കാരണം നമ്മൾ വണ്ടി ഒരു ഓട്ടോയിലൊക്കെ കയറ്റി പോകാന്ന് പറഞ്ഞാൽ കളസങ്കീറിന് ഏർപ്പാടാണ്. പിന്നെ ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ സ്വന്തം റിസ്കിൽ ഇതേമാതിരി പ്ലെയർ പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോയത്. അപ്പം ഇതൊരു മെത്തേഡാണ്. ഇത് പണ്ട് മുതലും ഇപ്പം എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടാക്കണം എന്നൊരു മെത്തേഡാണ്. അന്നത്തെ രാജദൂത് ഇതേമാതിരി പൊട്ടിക്കഴിയുമ്പോൾ പുള്ളി ഒരു കണക്കിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പുള്ളി വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലെത്തിച്ചിട്ട് പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് നന്നാക്കി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതേ സബ്സ്ക്രൈബ് ഉണ്ട്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിൽക്കുമ്പോൾ മൊബൈലിൽ വെക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ അഴിച്ചുപണിയല്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഡോമിനാർ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതേമാതിരി വീട്ടിലെ TV കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ ഞാനിവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സമയമില്ലായ്മയാണ് മെയിൻ കാരണം. പിന്നെ ഈ പറഞ്ഞ രീതിക്ക് വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഉള്ളപ്പോഴത്തേക്കും അവരുടെ കഞ്ഞിയിൽ വെറുതെ വീഡിയോസ് ഇട്ട് പാറ്റിട്ടുണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത്.